السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ സൂറത്തുൽ ഫലഖിൻ്റെ ചെറിയൊരു വിവരണം നാം മനസ്സിലാക്കുകയുണ്ടായി. സൂറത്തുൽ ഫലഖ് അത് മനുഷ്യൻ നേരിടുന്ന പുറമേ നിന്നുള്ള തിന്മകളിൽ നിന്നുള്ള കാവലാണ്. മൂന്നാമത്തെ വചനം വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇരുട്ടടയുമ്പോൾ രാത്രിയുടെ തിന്മകളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് രാത്രിയെ പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുന്നത്? രാത്രി എന്നത് മനുഷ്യർക്ക് ഭയമുണ്ടാക്കുന്ന, പേടിയുണ്ടാക്കുന്ന സമയമാണ്. വന്യമൃഗങ്ങളും വിഷജീവികളും തെമ്മാടികളായ മനുഷ്യരും പുറത്തിറങ്ങുന്നത് രാത്രിയിലാണ്. പകൽ വെളിച്ചത്തിൽ നാം കാണുന്ന ഒരു വഴി രാത്രിയിലാകുമ്പോൾ ഇരുട്ട് കാരണത്താൽ നമുക്ക് പേടിയുണ്ടാകും. അവിടെ അദൃശ്യമായ അപകടങ്ങൾ ഒരുപക്ഷെ പതിയിരിക്കുന്നുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ആ അപകടത്തിൽ നിന്നും, ആ അദൃശ്യമായ അപകടങ്ങളിൽ നിന്ന് നാം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. ഈ അധ്യായത്തിലെ അടുത്ത ആയത്താണ് വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ തിന്മയിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രവാദത്തെയും കുതന്ത്രങ്ങളെയുമാണ്. മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ കുടുംബബന്ധം തകർക്കാൻ വേണ്ടി നുണകൾ പറഞ്ഞ് പരത്തുന്നതും ഈ ആയത്തിൻ്റെ ഗണത്തിൽപ്പെടും. ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുന്ന വസ്വാസുകൾക്കെതിരെയുള്ള കാവലാണ് ഈ ആയത്തും ഈ അധ്യായവും. ഈ അധ്യായത്തിലെ അടുത്ത വചനം, അതോടൊപ്പം അവസാനത്തെയും കൂടി വചനം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോൾ അവൻ്റെ തിന്മയിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു. അസൂയ എന്നത് ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണ്. അസൂയാലുവിൻ്റെ കണ്ണുകൾക്കും വാക്കുകൾക്കും വലിയ സ്വാധീനമുണ്ട്. അസൂയ കാണിക്കുമ്പോഴാണ് അത് അപകടമായി മാറുന്നത്. അതുകൊണ്ടാണ് ആയത്തിൽ ഇസാ ഹസദ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത്. അത് പ്രവൃത്തിയിലോ വാക്കിലോ വരുന്നത് വരെ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നു. ഒരു ചെടി പച്ചപ്പോടെ നിൽക്കുന്നത് കണ്ട് അത് ഉണങ്ങിപ്പോകണമെന്നൊരാൾ വിചാരിച്ചാൽ ആ നിഷേധാത്മക ചിന്തയിൽ നിന്നും നമുക്ക് കാവൽ വേണം. ഈ സൂറത്തുകളുടെ, അഥവാ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, മുഅവ്വിദത്തൈനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഹദീസാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാൻ ഇസാ അവ ഇലാ ഫിറാഷിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയിലും വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ ഇരു കൈകളും ഒരുമിച്ച് ചേർത്ത് സുമ്മ നഫസ ഫീഹിമ, അതിലേക്ക് മന്ത്രിച്ചൂതാറുണ്ടായിരുന്നു. ഫഖറഅ ഫീഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമായിരുന്നു ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊസു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊസു ബിറബ്ബിൻ നാസ്. ഈ 3 അധ്യായങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ ഓതി സുമ്മ യംസഹു ബിഹിമ മസ്തത്വഅ മിൻ ജസദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശരീരത്തിൽ കഴിയുന്നിടത്തോളം തടവാറുണ്ടായിരുന്നു. ഈ 3 ആയത്തുകളും പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അഥവാ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത
പ്രതിസന്ധികളുണ്ട്. അഥവാ ഒന്ന് രാത്രിയുടെ പേടി, മന്ത്രവാദം, കുതന്ത്രം, അസൂയാലുവിൻ്റെ കണ്ണ്, ഇതൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അവിടെയെല്ലാം മനുഷ്യൻ്റെ കഴിവിനേക്കാളും അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് ഏറ്റവും വലുത്. അതാണ് നമുക്ക് തുണയാവുക എന്ന വലിയൊരു സന്ദേശമാണ് ഈ അധ്യായത്തിലുള്ള അള്ളാഹു നമുക്ക് നൽകുന്നത്. സൂറത്തുൽ ഫലഖിലെ അവസാനത്തെ 3 ആയത്തുകൾ അത് വെറും പ്രാർത്ഥനകളല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തെ തകർക്കാൻ സാധ്യതയുള്ള 3 വലിയ അദൃശ്യ ശത്രുക്കൾക്കെതിരെയുള്ള പരിചയമാണ്. ഒന്ന് ഖാസിഖ്, ഘോരമായ ഇരുട്ട്. രാത്രിയുടെ ഇരുട്ടിൽ ഉണ്ടായേക്കാവുന്ന തിന്മയിൽ നിന്ന് കാവലിനെ ചോദിക്കാനാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ രാത്രി എന്നത് തിന്മകൾക്കും അപകടങ്ങൾക്കും മറയിടുന്ന ഒന്നാണ്. പകൽ സമയത്ത് കാണാൻ കഴിയുന്ന അപകടങ്ങൾ രാത്രിയിൽ അദൃശ്യമാകും. ഉദാഹരണമായി പറഞ്ഞാൽ, പകൽ സമയത്ത് ഒരു കുഴി കണ്ടാൽ നാം ഒഴിഞ്ഞു മാറും. എന്നാൽ രാത്രിയിൽ അതേ കുഴിയിൽ നാം ഒരുപക്ഷെ വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ശത്രുക്കൾക്കും കുറ്റവാളികൾക്കും ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയാണ്. രണ്ടാമത്തേത് നഫാസാത്ത്. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്നവർ. ആ കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. ഈ ആയത്തിനെ 2 തരത്തിൽ നമുക്ക് വിവരിക്കാവുന്നതാണ്. ഒന്ന്, മന്ത്രവാദികൾ നൂലുകളിൽ കെട്ടിട്ടൂതി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, മനുഷ്യരുടെ ബന്ധങ്ങൾക്കിടയിൽ കുശുകുശുപ്പുകൾ നടത്തുന്നവർ. 2 സുഹൃത്തുക്കൾക്കിടയിൽ ഒരാൾ ചെന്ന് ഇല്ലാത്തത് പറഞ്ഞ് അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. സ്നേഹബന്ധമെന്ന കെട്ടിനെ ഇവർ വാക്കുകൾ കൊണ്ട് അറുത്തുമാറ്റുന്നു. ഇവിടെ നമ്മുടെ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന അദൃശ്യമായ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. ഈ അധ്യായത്തിലെ 3-ാമത്തെ വിഷയം ഹാസിദ്, അസൂയാലു. അസൂയപ്പെടുമ്പോൾ അവൻ്റെ തിന്മയിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു. എന്തുകൊണ്ടാണ് അവൻ അസൂയപ്പെടുമ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞത്, ഇസാ ഹസദ എന്ന് പ്രത്യേകം പറഞ്ഞത്? കാരണം ഒരാളുടെ ഉള്ളിൽ അസൂയ ഉണ്ടെങ്കിലും അത് അവൻ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അവൻ്റെ ദോഷകരമായ നോട്ടത്തിലോ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് അപകടമായി മാറുന്നത്. തീ കത്തുന്നത് പോലെ, ഉദാഹരണമായി പറഞ്ഞാൽ തീ കത്തുന്നത് പോലെ, അതുപോലെയാണ് അസൂയ. അത് വിറകിനെ തിന്നുന്നത് പോലെ സൽപ്രവർത്തികളെ കാർന്ന് തിന്നുന്നു. മറ്റൊരാളുടെ സന്തോഷം കണ്ട് സഹിക്കാൻ കഴിയാതെ അവർക്ക് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷ വേണം. ഈ അഭയവും രക്ഷയുമാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്നത്. അസൂയയുടെ ഗൗരവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ ഒരാളുടെ നന്മകളെ തിന്നു തീർക്കും. ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്ന സാരാംശം: ഇരുട്ട്, മന്ത്രവാദം, അസൂയ, ഈ 3 കാര്യങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് സർവശക്തനായ അള്ളാഹുവിനോട് ഇവയിൽ നിന്നും നാം കാവൽ ചോദിക്കുന്നത്. ഈ സൂറത്തുകൾ ഓതുന്നതിലൂടെ ഒരു സത്യവിശ്വാസി തൻ്റെ ആത്മീയവും ഭൗതികവുമായ സുരക്ഷയാണ് ഉറപ്പാക്കുന്നത്. അള്ളാഹു ഈ പറയപ്പെട്ട തിന്മകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.